COVID-19 ഏകദേശം 4 ലക്ഷത്തോളം ആളുകളെ മരണത്തിന് കീഴടക്കി. 62 ലക്ഷത്തോളം ആളുകൾ രോഗത്തിന് അടിമപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ എല്ലാ മേഖലയും നിഷ്ക്രിയമാക്കുന്ന രീതിയിലാണ് ഈ COVID-19 വ്യാപനം. ഇന്ന് ജൂൺ 1 ശരിക്കും ഇന്ന് കേരളത്തിലെ സ്കൂളുകളൊക്കെ ഓപ്പൺ ആകേണ്ട ദിവസം. ഈ രോഗത്തിൻ്റെ വ്യാപനം ഇതിൻ്റെ ഭീതിയും കാരണം സ്കൂളുകളൊന്നും ഓപ്പൺ ആക്കണ്ട എന്നുള്ള തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ. പക്ഷേ ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലേക്ക് മാറാം. വളരെ നല്ല കാര്യമാണത്. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ആകാൻ പോകുന്നത്. കുട്ടികളുടെ IT സ്കില്ല് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നതന്നെയാണ്. ഇന്ത്യയിലെ ഗവൺമെൻറ് ഇതിനെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് നേരിടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരും കേരളത്തിലെ ജനങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഈ രോഗവ്യാപനത്തിന് തടയാൻ സഹായിച്ചിട്ടെന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെയാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 10-14 വർഷമായിട്ട് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യം. അതായത് ഈ ഓൺലൈൻ ക്ലാസ് റൂമിൻ്റെ കാര്യങ്ങളിൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. എങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, ഇതെങ്ങനെ ചെയ്യാം, ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടീച്ചേഴ്സിനൊന്നും അറിയില്ല. അത് അവരെ കുറ്റമല്ല, സ്വാഭാവികമായിട്ട് അവരത് പഠിച്ചിട്ടില്ല. ആ ഫീൽഡിലല്ല ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന നമ്മളാരും വിചാരിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ നമുക്ക് ഓവർകം ചെയ്തേ പറ്റൂ. എന്തായാലും നമ്മൾ ഭയങ്കര നിരാശപ്പെടുന്നു വേണ്ട. നമ്മളെന്തായാലും ട്രാക്ക് കയറും, ഇതൊക്കെ വിട്ടൊഴിയും. ഈ കാലം കടന്നു പോകുന്ന തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഈ സാധനങ്ങൾ സെറ്റ് ചെയ്യാമെന്നല്ല. അതായത് ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ ഹോട്ട്സ്പോട്ട് എടുക്കുക എന്ന് പോലും, ഒരു മൊബൈലിൽ ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്ത് എങ്ങനെ ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാമെന്ന് പോലും മിക്ക ആളുകൾക്ക് അറിയില്ല. എനിക്കിതായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ രക്ഷിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ലാപ്ടോപ്പ് തന്നെയാണ്. അതായത് മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന മൊബൈലിനും കേടാണ്, കുട്ടികളുടെ കണ്ണിനും കേടാണ്, റേഡിയേഷനൊക്കെ പ്രശ്നമാണ്. മൊബൈൽ യൂസ് ചെയ്യാൻ അതായത് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് മൊബൈൽ യൂസ് ചെയ്യാം, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ OS വന്നിട്ടുണ്ട്. ഫോണിക്സ് എന്നാണ് OSൻ്റെ പേര്. ഫോണിക്സ് OS എന്ന് പറഞ്ഞിട്ട്. ഈ ഫോണിക്സ് OSൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. കാണാം. അതുപോലെ ഒരു ഡ്രൈവ് നമ്മൾ ഫ്രീ ആക്കി എടുത്തതിന് ശേഷം ആ ഡ്രൈവിലെ ഡാറ്റ മാറ്റിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. അടിച്ച് ഫോർമാറ്റ് തന്നെ അത് ഫോർമാറ്റ് കംപ്ലീറ്റ് ആയി. ഇവിടെ നമുക്കൊരു ഡ്രൈവ് ഫ്രീ ആയി. ഏകദേശം 23 GB ഒരു ഡ്രൈവാണ് നമ്മൾ ഫ്രീ ആക്കിയിട്ടുള്ളത്. ഇത് ഈ OS 3 സ്റ്റെപ്പ് ഉണ്ട്. അത് 16 GB വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, 32 GB ഇൻസ്റ്റാൾ ചെയ്യാം. അത് അതിൻ്റെ സ്റ്റെപ്പ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. കാണിച്ചത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് എടുക്കണം. ചില ആളുകൾക്ക് ഇതും അറിയില്ല ഇന്റർനെറ്റ് എങ്ങനെ എടുക്കാന്നുള്ളത്. അത് നമ്മുടെ മൊബൈൽ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിന്റെ പേരെന്താ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ കാണാം. ജസ്റ്റ് അതെടുക്കുക, കണക്ട് ഓട്ടോമാറ്റിക്കലി. ഓൾറെഡി പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ തൊട്ട കണക്ട് നോക്കുന്നതോട് കൂടിയിട്ട് അത് കണക്ട് ആവും. ഈ കണക്ഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എടുത്തിട്ട് നമുക്ക് തരുന്ന ലിങ്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ OS ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മളെ ഡൗൺലോഡ് ചെയ്ത ഫയല് ഏകദേശം 634 MB ആണ്. അത് കാണാം. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ വരും. അത് എസ് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പിൽ 3 സ്റ്റെപ്പായിട്ട് കാണിക്കും. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതും അതിനകത്തുണ്ട്. ഇതിനകത്ത് ഇൻസ്റ്റാൾ കൊടുക്കുക.
ഇൻസ്റ്റാൾ കൊടുത്തിട്ട് ഇവിടെ ഡ്രൈവ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഡ്രൈവ് മാറിപ്പോയി കേട്ടോ. ഡ്രൈവ് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഡാറ്റ പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രീ ആക്കി ആ ഡ്രൈവിന്റെ പേര് എന്താ നോക്കാം. ജസ്റ്റ് ക്ലോസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആക്കിയ ഡ്രൈവിന്റെ പേര് ജി ആണ്. ആ ജി ഡ്രൈവിലേക്ക് കൊടുക്കുക, ജി സെലക്ട് ചെയ്യുക, ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പാർട്ടീഷൻ ഉണ്ടല്ലോ, ആ പാർട്ടീഷൻ നിങ്ങൾക്ക് ഒരു 50 GB മേലെ നിങ്ങളെ കമ്പ്യൂട്ടർ ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 32 GB ഇൻസ്റ്റാൾ ചെയ്യാം. 32 GB ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ചും കൂടെ ഫംഗ്ഷൻസും കാര്യങ്ങളും അതിനകത്ത് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തത് 16 GB ആണ്. 16 GB സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഓക്കെ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇവിടെ റീബൂട്ട് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. റീബൂട്ട് നൗ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഇത് വേണ്ട, ഡ്യുവൽ വോയിസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഡ്യുവൽ വോയിസ് ആയിട്ട് ഇപ്പം വിൻഡോസ് 10 മേലുണ്ട്, ഫോണിക്സ് വോയിസ് താഴത്തുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാളേഷന്റെ സ്റ്റേജ് ആണ്. ഇൻസ്റ്റാളേഷൻ സ്റ്റേജിൽ ഇങ്ങനെ പ്ലീസ് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നിൽക്കുമല്ലോ. ഈ സമയത്ത് ഫസ്റ്റ് നമ്മൾ കോപ്പിംഗ് ആണ് കഴിഞ്ഞത്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ഇത് വന്ന് അത് വോയിസ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് വീഡിയോ കാണുന്നത് ഇതുപോലെ വരും. ഇത് ചൈനീസ് ലാംഗ്വേജ് വരുന്നുണ്ട്. അതിന് വെക്കുന്ന നമുക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് യൂസർ ലൈസൻസ് അഗ്രിമെന്റ് വരും. അത് നമ്മൾ എസ് കൊടുക്കുക. എസ് കൊടുത്താൽ ഇവിടെ നമ്മൾ വൈഫൈ ഓൾറെഡി എനേബിൾ ആയി കഴിഞ്ഞു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈയുടെ പാസ്വേഡും കാര്യങ്ങളും കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഇവിടെ നമുക്ക് വണച്ച പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് പേര് മനസ്സിൽ നമുക്ക് സെലക്ട് ചെയ്യും. നമ്മൾ പേര് കൊടുത്തു, ഫിനിഷ്. ഈ ഒരു വോയിസ് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇന്റർനെറ്റ് കണക്ട് ചെയ്യണം. ഇവിടെ വൈഫൈ ഓൾറെഡി നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈഫൈയിൽ പോവാം. നമ്മൾ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടും. നമ്മളെ കയ്യിലുള്ള വൈഫൈ കാര്യങ്ങളൊക്കെ അവിടെ വരും. വൈഫൈ കൊടുത്ത് ജസ്റ്റ് ഹോട്ട്സ്പോട്ടിന്റെ പാസ്വേഡ് കൊടുത്താൽ തന്നെ അതിനകത്ത് കണക്ട് ആവും. ഇന്റർനെറ്റ് കണക്ട് ആണ് ആവശ്യം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇവിടെ പോവാം. ഇതിനകത്ത് എല്ലാ ആപ്ലിക്കേഷൻസും എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ അത് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗൂഗിള് സൈൻ ഇൻ ചെയ്യണം. ഗൂഗിളിന്റെ പ്ലേ സ്റ്റോർ സൈൻ ഇൻ ചെയ്യാം. അത് നമ്മൾ മൊബൈലൊക്കെ ചെയ്യുമ്പോൾ തന്നെ പ്ലേ സ്റ്റോർ ജസ്റ്റ് സൈൻ ചെയ്യും. ഇവിടെ നമ്മൾ ഇമെയിൽ ഐ ഡി വരും. ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് വെക്കാം. ഇതുണ്ടോ, പാസ്വേഡ് നമ്മൾ കൊടുത്തു. ജസ്റ്റ് നെക്സ്റ്റ് അടിക്കാം. എഗ്രിമെന്റ് ചോദിക്കുന്നുണ്ട്, എഗ്രി കൊടുക്കാം. കണക്ട് ചെയ്യും. ഇതുണ്ടോ, ഇത് നമ്മുടെ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോർ ആണ്. ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ ആ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ വരാൻ പോകുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, കുറച്ച് നല്ല മെഷീൻ വേണം. നമ്മൾ ചെയ്യുന്ന മെഷീൻ മിനിമം i3 ഒരു 4 GB റാം വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കണ്ടോ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമാണ് ഒന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ. കുറച്ച് നല്ല നെറ്റാണെന്ന് വെച്ചാൽ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഗൂഗിൾ ക്ലാസ് റൂം. ഇതിനകത്ത് ഇപ്പം നമുക്ക് ID കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. നമുക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് റൂമിന്റെ കോഡ് വരിക. ഇങ്ങനെയാണ് ഈ ഗൂഗിൾ ക്ലാസ് റൂം ഓണായി വരിക. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് നമ്മുടെ ക്ലാസിന്റെ ലിങ്ക് ചെയ്യേണ്ട ജസ്റ്റ് ഈ പ്ലസ് ബട്ടൺ അടിക്കാം, ജോയിൻ ക്ലാസ് റൂം. ഇവിടെ ഒരു ക്ലാസ് കോഡ് കിട്ടും. ആ ക്ലാസ് കോഡ് ആണ് നിങ്ങൾക്ക് വാട്സാപ്പിൽ വരിക. അത് അടിച്ചു കൊടുക്കുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിലേക്ക് നമ്മൾ ലോഗിൻ ആവും. ഇനി ലോഗിൻ ആയത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ആൻഡ്രോയിഡ് വോയിസിൽ ഈ വാട്സപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. വാട്സപ്പ് ഇൻസ്റ്റാൾ ആയപ്പോൾ നമ്മൾ വാട്സപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ചെയ്യാം. നമ്മളെ കമ്പ്യൂട്ടർ മൊബൈലിൽ എങ്ങനെയാണോ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് അതുപോലെയുള്ള കോളം കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കണം, 91 ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരും. നമ്മൾ ഓക്കെ അടിച്ചു.
OTP റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ OTP എടുത്തു. OTP കണ്ടിന്യൂ കൊടുത്തു. ഹലോ കോണ്ടാക്ട് ഹലോ കൊടുത്തു. പെർമിഷൻ ക്യാൻസൽ. സ്കിപ്പ് ചെയ്ത് പോവാം. ഇവിടെ നമുക്ക് ഇതുപോലെ ലാപ്ടോപ്പിൽ മൊബൈലിൽ ഇത് വരുന്ന പോലെ വന്നു ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് ഇത് ചൂസ് ചെയ്യാം, പ്രൊഫൈൽ പിക്ചർ ചൂസ് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ കറക്റ്റ് വാട്സപ്പ്. നമ്മൾ ഇതിൽ ഉപയോഗിക്കും പോലെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്ഷൻ അതിനകത്തുണ്ട്. ഹലോ കൊടുക്കുക. ഇതുണ്ടോ. അപ്പം നമ്മുടെ ലാപ്ടോപ്പിൽ ഈ OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്പും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ സെക്യൂരിറ്റിയുടെ കാര്യം ഞാൻ വല്ലാതെ പറയില്ല, ഓപ്പൺ സോഴ്സ് ആണ്. പക്ഷെ നല്ലൊരു OS ആണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയാണ്. എല്ലാ ആപ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ പുതിയ ടെക്നിക്കൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ശരി.